മാത്യു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരു സാമാന്യം നല്ല ജോലി. കേരളത്തിന് പുറത്ത് ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ ആണ്. അദ്ദേഹം ജോലിക്കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള, വളരെ എഫിഷ്യൻ്റാണ്. ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയം പുള്ളിയുടെ താല്പര്യം ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, റീഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ അതിലൊക്കെ നല്ലതാണ്. അപ്പം ഭാര്യ ഒരു ടീച്ചറായിരുന്നു വിവാഹം കഴിക്കുമ്പോൾ. നല്ല ഒരു പഠിപ്പിക്കാൻ താല്പര്യമുള്ള ഒരു നല്ല ടീച്ചറായിരുന്നു. പക്ഷേ അവിടെ വടക്കേ ഇന്ത്യയിലേക്ക് പോയപ്പം ഇവിടെ ഒന്നും പഠിപ്പിക്കലൊന്നും ശരിയാവില്ല, ഇവിടെ ഒന്നും പോണ്ട, നീ ജോലിക്കൊന്നും പോണ്ട എന്ന് പറഞ്ഞ് മാത്യു വീട്ടിലിരുത്തി. അവരെ ജോലിക്ക് പോകാൻ അനുവദിച്ചില്ല. അപ്പോൾ അതിനിടയിൽ കുറച്ച് നാൾ 3-4 വർഷം കുട്ടികളൊന്നും ഇല്ലാതെ പോയി. അങ്ങനെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, വീട്ടുകാർ ചോദിക്കും, നമ്മുടെ നാടല്ലേ, ഇടയ്ക്കിടയ്ക്ക് 2 ഫാമിലിയും വന്ന് ചോദിക്കും, ആരെങ്കിലും കാണിക്കണ്ടേ, ഡോക്ടറെ കാണിക്കണ്ടേ എന്ന് ചോദിക്കും. ഒന്നും നടന്നില്ല. ഏതായാലും അതിനിടയിൽ ഇവർ ഗർഭിണിയായതോടുകൂടി പിന്നെ വീട്ടുകാർക്ക് ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി, 2 വീട്ടുകാർക്കും സന്തോഷമായി. അത്രയും സന്തോഷമൊന്നും മാത്യു പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു ഭയങ്കര ഇതായിട്ടൊന്നും ഒരു വിഷമമൊന്നും കാണിക്കുന്നുമില്ല. ഏതായാലും ഒരു ദിവസം മാത്യു പറഞ്ഞു, നമുക്ക് ഡോക്ടറെ പോകണം, ഇനിയിപ്പം ഗർഭമൊക്കെ ആയില്ലേ, പോയി ഒന്ന് ഇപ്പം തന്നെ കാണിച്ച് വേണ്ട പരിശോധനകളൊക്കെ നടത്തണമെന്ന്. പിന്നെ പരിശോധന നടത്തണം എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ആദ്യം മാത്യു കയറി ഡോക്ടറുമായിട്ട് കുറേ സംസാരിച്ചതിന് ശേഷമാണ്. അപ്പം ഈ ഡോക്ടറെ കാണാൻ പോകുമ്പോഴത്തേക്കും അടുത്തുള്ള ആരെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ടീച്ചർ പറഞ്ഞു, ഭാര്യ പറഞ്ഞു. മാത്യു പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ 2 പേരും മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മാത്യു പറഞ്ഞിട്ട് വെളിയിറങ്ങി ഡോക്ടറെ വിളിച്ചു. അപ്പോൾ ഡോക്ടറും നഴ്സും ആ മുറിയിലുണ്ട്. അപ്പോൾ അവിടെ കയറി ഇവരെ കസേരയിൽ നിന്ന് ആ ട്രോളിയിൽ കിടക്കാൻ പറഞ്ഞ് കിടന്ന ഉടനെ ഡോക്ടർ ചോദിച്ചു, മിസ്സസ് മേരിക്കുട്ടി, ഞാൻ ഇത് പൂർണ്ണ സമ്മതത്തോടെയാണല്ലോ ഇത് വേണ്ടാന്ന് വെക്കുന്നതെന്ന് എന്തോ ചോദിച്ചു. അപ്പം ഇവർക്ക് ഇതെന്താ വേണ്ടാന്ന് വെക്കുന്നത്? അപ്പോഴാണ് ഡോക്ടർ അറിയുന്നത് ഇവരുടെ ഗർഭം അലസിപ്പിക്കാനുള്ള ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞാണ് മാത്യു ഡോക്ടറെ നേരത്തെ ചെന്ന് ബ്രീഫ് ചെയ്തിരിക്കുന്നത്. 2 പേരും കൂടെ തീരുമാനിച്ചു പിന്നെ ഗർഭമൊന്നും തുടരണ്ട. അതിനെന്തോ ഒരു റീസണൊക്കെ പറയുന്നുണ്ട്, അതെന്തോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഇന്നത്തെ പോലെ സാർവത്രികമായിട്ട് ഗർഭം അലസിപ്പിക്കലുള്ള കാലമല്ല. അവർ പറഞ്ഞു, അയ്യോ ഡോക്ടറെ, അങ്ങനെയൊന്നും അല്ല, ഞാനിത് ഒന്നും അറിയാതെ എന്നെ വിളിച്ചുകൊണ്ട് വന്നാണ് ഗർഭിണിയായിട്ടുള്ള പരിശോധനയ്ക്കെന്നൊക്കെ പറഞ്ഞു. അപ്പം ഡോക്ടറുടെ മനസ്സലിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഞാൻ പുള്ളിയോട് ഒന്നുകൂടെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരെ മാറ്റിയിട്ട് മാത്യുവിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ മാത്യു വീണ്ടും എന്തോക്കെ പറഞ്ഞു. മാത്യു ഈ ഡോക്ടറെ ഒന്ന് വിരട്ട് വരെ ചെയ്തു, നിങ്ങൾ എല്ലാം പറഞ്ഞിട്ടാണ്, ഇനി ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മാത്യുവിനോട് എന്തോക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടെ മേരിക്കുട്ടിയെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ നഴ്സും ഉണ്ട്, പറഞ്ഞു, ഞാൻ അങ്ങേര് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല, ഞാനിപ്പം പറയാൻ പോണില്ല, അങ്ങേര് ഈ ധാരണയെ തന്നെ ഇരിക്കട്ടെ, നമ്മൾ അലസിപ്പിച്ചെന്ന്. പക്ഷേ നമ്മൾ പ്രഗ്നൻസി മേരിക്കുട്ടിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നല്ലേ, കണ്ടിന്യൂ ചെയ്യൂ, പ്രസവിക്കൂ, പിന്നെ പറഞ്ഞോളാം, ആ ശ്രമം വിജയിച്ചില്ല എന്ന് പറയാം. അങ്ങനെയും വരാറുണ്ട്. ഏതായാലും ഗർഭം തുടർന്നു. ഇത് അലസിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ മാത്യു വൈൽഡായി. പക്ഷേ എങ്ങനെയൊക്കെ ഡോക്ടർ അത് കൈകാര്യം ചെയ്തു. അങ്ങനെ ജനിച്ചത് ഒരു കൊച്ചുമോനാണ്. അവൻ ജോയ് മാത്യു. അവൻ അച്ഛൻ്റെ താനി സ്വരൂപമാണ്. അച്ഛനും അവനും ഒരുപോലെ, വലിയ സംസാരമില്ല, സഹവാസമില്ല, അമ്മയോട് ഒട്ടും സംസാരമില്ല, അച്ഛനും മകനും തമ്മിൽ അത്ര പോലും ഇല്ല. ചുരുക്കത്തിൽ അവൻ ഭയങ്കര മിടുക്കനാണ് പഠിക്കാൻ. അവൻ എഴുതുന്ന പരീക്ഷയ്ക്കൊക്കെ 1-ാം റാങ്ക് അല്ലെങ്കിൽ 2-ാം റാങ്ക്. പക്ഷേ കൂട്ടുകാരില്ല. അവൻ പഠിച്ച് അവനൊരു നല്ല ഉദ്യോഗം, ഏതോ കമ്പനിയിലാണ് ഒരു നല്ല ഉദ്യോഗം, ഇതിലാണെന്ന് തോന്നുന്നു, ONGC പോലെ ഏതോ കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗമൊക്കെ കിട്ടി. അപ്പോൾ അവനെ കല്യാണം കഴിപ്പിക്കാൻ മാത്യുവിന് ഇൻട്രസ്റ്റ് ഇല്ല. ഇവൻ ജനിച്ചതിന് ശേഷവും മാത്യുവിന് ജീവിതത്തോടോ കുടുംബത്തോടോ ഒന്നുമില്ല, ഒരു വിരോധവും ഇല്ല. അയാൾക്കൊരു നിർവികാരമായ ഒരു ജീവിതം ആണ്. അപ്പോൾ ഇത് മകനും വളർന്നു. അവനും അവൻ്റെ ജോലിയും അവൻ്റെ താല്പര്യങ്ങൾ വേറൊന്നുമില്ല. ഇതുപോലെ ഷെയർ മാർക്കറ്റ് പരിപാടിയൊന്നും കണ്ടിട്ടില്ല.
പക്ഷെ അവൻ്റെ ജോലിയും അതിലെ ഉയർച്ച താഴ്ചകളും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഏതായാലും പറഞ്ഞ് അമ്മയാണ് ഇത് പ്രധാനമായിട്ട് പറയുന്നത്. മാത്യുവും കൂടെ സഹകരിച്ചൊരു വിവാഹം കഴിച്ചു. അവിടെ ഈ ചരിത്രം ആവർത്തിക്കുകയാണ്. അവിടെയും കുട്ടികളുണ്ടാകുന്നില്ല. അങ്ങനെ 3-4 വർഷം കഴിഞ്ഞു. പക്ഷേ അമ്മ താല്പര്യം എടുത്തു തുടങ്ങി. അമ്മ ഈ മകൻ്റെ കയ്യിൽ നിന്നൊരു വിവരവും കിട്ടത്തില്ല. മരുമകളോട് ചോദിച്ചു. അപ്പോൾ അവളൊരു പാവം പെണ്ണാണ്. എന്നിട്ട് പക്ഷെ അവൾ ഒരു സ്റ്റേജിൽ പറഞ്ഞു, അതെങ്ങനെ ഉണ്ടാവും കുട്ടി അമ്മ ജോയ്ച്ചന് ഒരു താല്പര്യവും ഇല്ല, കുട്ടി വേണ്ടെന്നാണ് പറയണത്. അപ്പം ഈ മേരിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഈ ഇവൻ്റെ ജോയിയുടെ അമ്മ, ആ ടീച്ചർ, അവരുടെ മനസ്സങ്ങ് വല്ലാതെ വേദനിച്ച് ചരിത്രം ആവർത്തിക്കുകയാണ്. അവർ പരിഭ്രമിച്ച് ഇവരോട് നേടി അങ്ങനെ പറ്റത്തില്ല, നമുക്ക് ഡോക്ടറെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരെയും നിർബന്ധിച്ച് മാറി പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാൻ വന്നു. ഡോക്ടറെ കണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴത്തേക്കും ഇവരുടെ വിവാഹത്തിൽ ഒരു ശാരീരിക ബന്ധം ഉണ്ടായിട്ടേ ഇല്ല. 2-3 വർഷം കഴിഞ്ഞു, ഉണ്ടായിട്ടേ ഇല്ല. അയാൾക്കതിനൊരു ഇതില്ല. അപ്പോൾ ഇത് ഹിസ്റ്ററി കിട്ടിയ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, ഇതൊരു മാനസിക പ്രശ്നമാണ്, അയാളെ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, നിങ്ങൾ രണ്ടുപേരും കൂടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പോയാലേ ഇവർ പോവുകയുള്ളൂ. അത് ശരിയാണ് കേട്ടോ. ദാമ്പത്യത്തിൽ ഒരാൾക്കൊരു കുട്ടികളുണ്ടാകാത്ത ഒരു ആൾക്കാണ് കുഴപ്പമെന്ന് പറഞ്ഞ് പോയാൽ പോകത്തില്ല. അതുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുകയാണെന്ന് പറയും. അത് അങ്ങനെ വന്നതാണ്. എൻ്റെ അടുത്ത് വന്ന് ആദ്യമൊക്കെ പറഞ്ഞില്ല, പിന്നെ അവളെ കാര്യം പറഞ്ഞു, ഇതിങ്ങനെയാണ്. ഞാൻ പലപ്പോഴും വെച്ചാലും അഥവാ എന്തെങ്കിലും ഒരു ശാരീരികമായിട്ട് അടുപ്പമൊക്കെ കാണിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അയാളങ്ങ് ഇന്ന് വേണ്ട, ഇന്ന് വയ്യ, കുറച്ച് കഴിയട്ടെ, പിള്ളേർ കുറച്ച് കഴിഞ്ഞ് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഞാനൊന്ന് തിരുവനന്തപുരത്ത് വന്നു. 1980s കഴിഞ്ഞ് ലേറ്റർ 80s, എനിക്ക് തോന്നുന്നു 86, 87 ആയിരിക്കും. അവിടെ വന്ന് ടീച്ചറും കൂടെ ഉണ്ട്, ഈ മേരിക്കുട്ടി ടീച്ചറാണ് ഈ കഥ പറയുന്നത്. ഇതായിരുന്നു അവരുടെ ജീവിതം. അപ്പോൾ അത് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇതിപ്പോൾ കണ്ടിട്ടൊരു ജനറ്റിക്കായിട്ടുള്ള ഇതാണോ ഇവർക്ക്, അച്ഛനും മോനും ഒരുപോലെ അങ്ങനെ വരാമോ ഡോക്ടറെ? കാര്യം ഈ വിവാഹം കഴിച്ചാലും കുട്ടികൾ വേണ്ട എന്നുള്ള തോന്നൽ എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കൂടുതലും ജനറ്റിക്കായിട്ടുള്ളൊരു സാഹചര്യമായിട്ടല്ല തോന്നുന്നത്, ഇതെന്തോ ഒരു ലൈഫ് പാറ്റേൺ അച്ഛനിൽ നിന്ന് മോൻ കണ്ട് ശീലിച്ചതും ഇൻട്രസ്റ്റുകളൊക്കെ ഇങ്ങനെ സങ്കോചമാകുന്നു, താല്പര്യങ്ങൾ ചുരുങ്ങി വരുന്നു, അത് ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റേതായിട്ടുള്ള ഒരു ശീലങ്ങൾ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു, അതങ്ങനെ വന്നതായിരിക്കാം. പക്ഷേ ഇതിലൊരു ജനറ്റിക് ഫാക്ടർ ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് അവർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ചികിത്സ കൊണ്ട് ഫലം ഉണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ ചികിത്സ തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാം, ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം, രണ്ടുപേരെയും പ്രത്യേകിച്ച് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അച്ഛൻ്റെ അതേ വഴിയിൽ പോകേണ്ട കാര്യമില്ല, മകൻ എത്രയോ അപ്പം അച്ഛനെ വലിയ ബഹുമാനമാണ് മകന്. അച്ഛനൊരു സക്സസ്ഫുൾ ഇൻവെസ്റ്ററാണ്, അതുമൊക്കെ വലിയ കാര്യമായിട്ടാണ്. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അവന് പ്രത്യേകമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ വളരെ കുറച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയുള്ളൂ. പക്ഷെ എവിടെയൊക്കെ അച്ഛനൊരു സാന്നിധ്യമായിട്ടും ഒരു മാതൃകയായിട്ടും ഒരു വിഗ്രഹമായിട്ട് പോലും അവൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് അയാളെ എല്ലാ പാറ്റേണിൽ നിന്നും ഒരു പാർട്ട്ണർഷിപ്പ് പാറ്റേൺസ് ഇൻ മാരേജ് അതിൽ നിന്ന് പിന്തിരിച്ച് നിർത്തുന്നു. അത് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കൗൺസിലിങ്ങിൽ കൂടെ, അതായത് കൂടുതൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് കൊടുക്കുക. പിന്നെ അവളോടും പറഞ്ഞു ഇതിൻ്റെ ഒരു സമയവും സാവകാശവും കണ്ടെത്തണം. ഷി വാസ് എ വെരി നൈസ് ലേഡി. അവളും നല്ല താല്പര്യമെടുത്തു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും, ജോയിയും ഭാര്യയും ഈ അമ്മയും കൂടെ വന്ന് പറഞ്ഞു, ഇപ്പോൾ അവൾ ഗർഭിണിയാണ് ഡോക്ടറെ, അങ്ങനെ ജനറ്റിക്കാണോ അല്ലേ എന്നുള്ളതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് ഏതായാലും ചികിത്സ കൊണ്ടൊരു ഫലം കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് ഒരു ചികിത്സ ക്ഷമയോടെ കുറേ പ്രാവശ്യം വന്നു. വാസ്തവത്തിൽ അന്ന് ഒരു ക്ഷമയോടെ, അപ്പം സാധാരണ അർത്ഥത്തിൽ ഇവർ രോഗികളല്ല, പക്ഷേ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി, ഒരു ലൈഫ് പാറ്റേൺ ഡിഫറൻസാണ്. രോഗങ്ങൾക്കപ്പുറമുള്ള ഒരു മാനസിക
പ്രശ്നത്തിൻ്റെ ഒരു മേഖലയിലും നമുക്ക് ക്ഷമയോടെ പരിശ്രമിച്ചാൽ ചിലപ്പോൾ ആളുകളെ സഹായിക്കാൻ പറ്റും, വിജയിക്കാനും സാധിക്കും. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് തോന്നുന്ന ഒരു 90s-ലൊക്കെയാണ്, 90s-ലോ 2000 ആണ്ടിനോട് അടുപ്പിച്ചാണ്, സർക്കാർ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപിക, അവർക്കൊരു ഏതാണ്ട് 50 വയസ്സുണ്ട്. ആ അധ്യാപികയുടെ മകളാണ് എന്നെ സമീപിച്ചത്. അവർ വന്ന് കരയുകയാണ്. അവർ അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, സുധ വന്ന് എന്നെ കണ്ടു പറഞ്ഞു, എൻ്റെ അമ്മ വല്ലാത്തൊരവസ്ഥയിലാണ്. അച്ഛൻ മരണമടഞ്ഞു, ഒരു 1.5 മാസമായി. അതിനുശേഷം അമ്മയുടെ പെരുമാറ്റത്തിൽ വലിയ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സർക്കാർ സ്കൂളിലാണ്. അത് വളരെ പേരുകേട്ട ഒരു സ്കൂളാണ്. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അവിടുത്തെ SSLC വിജയ ശതമാനം 5 മുകളിൽ പോയിട്ടില്ല, 5% താഴെയായിരിക്കും. അങ്ങനത്തെ റിസൾട്ടാണ്. വളരെ പാവപ്പെട്ട, വളരെ ഒരു എന്താ പറയേണ്ട, സമൂഹത്തിൻ്റെ പിന്നോക്ക ശ്രേണിയിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടുത്തെ ഒരു ടീച്ചറാണ്. പിന്നെ അച്ഛൻ ഒരു അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു ഏതോ ഓഫീസിൽ. അദ്ദേഹം ഒരു വളരെ സാത്വികനായ ഒരു ബ്രാഹ്മണനായിരുന്നു, ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. അപ്പോൾ ആ അച്ഛൻ്റെ മരണം, അപ്പോൾ അച്ഛനാണെങ്കിൽ ഒരുപാട് ചിട്ടകളുണ്ട് വീട്ടിൽ, അതെല്ലാം പാലിച്ച് ഒരുതരം പ്രാർത്ഥനാ ചിട്ടകൾ, ആചാര അനുഷ്ഠാനങ്ങളിലെ ചിട്ടകൾ, ഇതെല്ലാം പാലിച്ച് നല്ല ഒരു ഹൗസ് വൈഫായിരുന്നു ഒരേ സമയം. അപ്പോൾ ഇവർ 2 പെൺകുട്ടികളാണ്, ഇവൾ ഇളയ കുട്ടിയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ മരണം, അച്ഛൻ ഏതാണ്ട് പെട്ടെന്നാണ് എന്തോ ഒരു ഇഞ്ചുറി വന്നു, അത് പഴുത്തു. അങ്ങനെയൊക്കെ ഒരു 1.5 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷവും വീട്ടിലും ആശുപത്രിയിലുമായിട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഹൈലി റെസ്പെക്റ്റഡാണ് ആ താമസിക്കുന്ന ഏരിയയിൽ. അപ്പോൾ മകൾ വിവാഹം കഴിച്ച് തിരുവനന്തപുരം നഗരത്തിന് തന്നെ വേറൊരു ഭാഗത്ത് താമസിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് മാത്രമായിട്ട് അവിടെ താമസിക്കാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അമ്മ അങ്ങോട്ട് മാറാൻ പറഞ്ഞു. അപ്പം അമ്മ മാറൂല. അമ്മ പറയുന്നത് അവിടെ അടുത്തൊക്കെ പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ട്, പിന്നെ അവരുടെ തന്നെ ഒരു തലമുറകളായിട്ടുള്ള ഒരു ഭവനമാണ്, ഒരു ചെറിയ ഇടവഴിയിലുള്ള ഒരു ഭവനമാണ്. അപ്പോൾ അത് വിട്ടുവരാൻ അമ്മയ്ക്ക് വയ്യ. അച്ഛൻ്റെ മരണശേഷം അമ്മ കുറച്ച് കരയുകയും, അധികം കരഞ്ഞില്ല എങ്കിലും കരയുകയും കുറേ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് മൂത്ത സഹോദരി വെളിയിലെവിടെയാണ്, അവർ പോയി. ഇവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ എല്ലാ ദിവസവും വന്ന് കാണും. ഏതായാലും അമ്മയുടെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ, അമ്മ പിന്നെ പ്രകടിപ്പിക്കുന്ന ചില രീതികൾ, അത് ഭയങ്കരമായ ദേഷ്യം. പിന്നെ ഏറ്റവും മകൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയത്, അമ്മ ഭയങ്കരമായിട്ട് വേഷം ധരിക്കും എന്ന് വെച്ചാൽ അമ്മ കണ്ണെഴുതും, മുടിയൊക്കെ വളരെ ശ്രദ്ധാപൂർവം. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു സാധാരണ വസ്ത്രവും ധരിച്ച് സാധാരണ രീതിയിൽ സ്കൂളിൽ പോകുന്ന ഒരു ടീച്ചറായിരുന്നു. വീട്ടുകാര്യവും ചെയ്ത് അധികം സോഷ്യലൈസ് ചെയ്യത്തില്ല. പക്ഷേ ഷി വാസ് എ പ്ലസൻറ്റ് പേഴ്സൺ. പക്ഷേ ഇതിപ്പം വന്ന് അമ്മ ആരെ കണ്ടാലും ഹെഡ് ചെയ്ത്, മാത്രമല്ല ഈ സംഭാഷണത്തിലൊക്കെ തന്നെ അമ്മയുടെ കുറച്ചൊരു അമ്മയുടെ പ്രായത്തിനും അപ്പോഴത്തെ ആ ഒരു ജീവിത സാഹചര്യം, ഒരു വിരഹത്തിൻ്റെ സാഹചര്യത്തിൽ നിൽക്കുകയാണ്, അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ. ഏറ്റവും ഭയങ്കരമായിട്ട് അവളെ ബാധിച്ചത്, ഒരു ദിവസം അവളുടെ ഹസ്ബൻഡ് അവളെ വിളിച്ച് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ പെരുമാറ്റത്തിലെന്തോ തകരാറുണ്ട്. അതെന്താ ചേട്ടാ അങ്ങനെ പറയണം? അത് അമ്മ എന്നെ വല്ലാതെയൊക്കെ നോക്കുകയും 1-2 പ്രാവശ്യം വല്ലാതെയൊക്കെ സ്പർശിക്കുകയും ഒക്കെ ചെയ്തു. അവൾക്ക് ആദ്യം മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങേര് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അമ്മ ഇങ്ങനെ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട്, നിൻ്റെ മസിൽ എന്ത് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുകയും, അപ്പം
അമ്മ എന്നെ ഒരു മകനെ പോലെ കാണുന്നു എന്ന് എനിക്കറിയാം. കുറച്ച് ദേഹത്തൊക്കെ സ്പർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു വാത്സല്യത്തിൻ്റെ സ്പർശവും ഇത് കുറച്ചുകൂടെ ഉള്ള ഒരു ആകർഷണത്തിൻ്റെ സ്പർശവുമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് അയാളൊരു മെച്യൂറായിട്ടുള്ള ആളാണ്. അയാൾ ഇവളോട് പറഞ്ഞത് അമ്മയെ ശ്രദ്ധിക്കണം, അമ്മയ്ക്ക് എന്തോ മാറ്റമുണ്ടെന്ന്. അപ്പോൾ ഇവൾ അമ്മയെ ഒബ്സർവ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾക്കും തോന്നി, സുധയ്ക്കും തോന്നി ഈ പറയുന്നത് ശരിയാണ്. അമ്മ ആവശ്യത്തിനേക്കാൾ കൂടുതൽ വേഷത്തിൽ ശ്രദ്ധിക്കുന്നു. അനുചിതമായ രീതിയിൽ ചിലപ്പം ശരീരം ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു എന്ന് വരെ ഇവർക്ക് തോന്നി. പ്രത്യേകിച്ചും പുരുഷന്മാരാരെങ്കിലും വിസിറ്റേഴ്സായിട്ട് ഒക്കെ വരുന്ന സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അമ്മ പറയണം, എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല മോളെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓരോ ചിന്തകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അച്ഛൻ ഹസ്ബൻഡിനെ വിളിക്കുന്ന സ്വാമി എന്നാണ്, സ്വാമിയുടെ ചിന്തകളാണ് വരുന്നതെന്ന്. എന്നിട്ട് അത് പറഞ്ഞിട്ടൊരു ചിരി. അപ്പം ആ പറയണതൊരു സങ്കടത്തോടെയാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും പറഞ്ഞു കഴിഞ്ഞൊരു ചിരി, സ്വാമിയുടെ ചിന്തകളെന്ന്. അപ്പോൾ ഇവൾ ചോദിച്ചു, അമ്മ എന്താണ് ഇങ്ങനെ അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്? അത് ചിരിക്കാൻ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചുരുക്കത്തിൽ ഇവളും അൺകംഫർട്ടബിളായി. ഇപ്പോൾ എന്ത് ചെയ്യണം ഡോക്ടറെ എന്ന് ചോദിക്കാനാണ് ഇവൾ വന്നത്. ഞാൻ പറഞ്ഞു, ഇത് ഒരു ബിഹേവിയറുള്ള പ്രശ്നമുണ്ട്, അത് പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ അമ്മയെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പം ഇവൾ പറഞ്ഞ് അമ്മയെ കൊണ്ടുവരണത് പറ്റുമോ, അമ്മ സ്കൂളിൽ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിടാതെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇങ്ങനൊരു മാറ്റമുള്ള സ്ഥിതിക്ക് അമ്മ എങ്ങനെയാണ് സ്കൂളിൽ വിടുക എന്ന് വിചാരിച്ച് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. പക്ഷേ അതിന് വേണ്ട ഉള്ള ഒരു സമ്മർദ്ദം അമ്മ ചെലുത്തുന്നുണ്ട്, ഞങ്ങളോടൊക്കെ ദേഷ്യം കാണിക്കുന്നു. അപ്പോൾ ഏതായാലും അമ്മയും കൊണ്ട് വന്നു സുധ എൻ്റെ വീട്ടിൽ. അന്ന് എനിക്ക് വീട്ടിൽ കൺസൾട്ടേഷൻ ഉണ്ട്. വന്ന് ആദ്യം ഹസ്ബൻഡും സുധയും കൂടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങിയപ്പം ഈ ടീച്ചർ മഹാലക്ഷ്മി ടീച്ചർ അകത്തോട്ട് വന്നു. അകത്തോട്ട് വന്ന് എൻ്റെ കസേരയിലിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു, അവർ പോകേണ്ട കാര്യമില്ലല്ലോ, വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെ വേണമെങ്കിലും ആകാം, മോള് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് വിളിച്ചിട്ട് മോളെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഇല്ല വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറോട് തന്നെ പറയാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ പെട്ടെന്നങ്ങ് പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് നോൺ സ്റ്റോപ്പായിട്ട്. അപ്പോൾ കരച്ചിൽ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിലൊന്നും നമ്മൾ നിർത്തില്ല കേട്ടോ. ഒരാൾ കരഞ്ഞെന്ന് ഒരു സമതലത്തിൽ എത്തട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ടായിരിക്കും നമ്മൾ അടുത്ത അതിനെ പറ്റി മനസ്സിലാക്കാനോ ചോദ്യം ചോദിക്കാനോ തുടങ്ങുന്നത്. ഞാൻ ചോദിച്ചു, എന്താ കുറേ കരഞ്ഞല്ലോ? കരയണം, എനിക്ക് അറിഞ്ഞൂടാ ഡോക്ടറെ, കരയണ്ടേ? എനിക്ക് പറ്റി എന്താണെന്ന് വെച്ചാൽ ഡോക്ടർക്ക് അറിഞ്ഞൂടല്ലോ എൻ്റെ ഭർത്താവിനെ, ഇതുപോലെ ദൈവം പോലത്തെ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പരിശുദ്ധമായിട്ടുള്ള ഒന്നുമല്ല ഇല്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പം ഒട്ടും പരിശുദ്ധമല്ലാത്ത ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നു. അത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് വരുന്നത്. പക്ഷേ അത് പാടില്ലാത്ത രീതിയിലും ഉള്ളാത്ത തോന്നലുകളുമായിട്ട് വരുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത് വിചാരിച്ച്. പക്ഷേ ഇത് വരുമ്പം ഇത് യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലുള്ള സെൻസേഷൻസ് വരെ എൻ്റെ ദേഹത്തുണ്ടാകുന്നു. ഇതെനിക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ രാത്രി പോയി കിടന്നാൽ ഇത് മാത്രമാണ് എനിക്ക് വരുന്നത്. എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഇതൊന്നും മാറ്റിയെടുക്കാനും പറ്റുന്നില്ല. ഇതെങ്ങനെ ഞാൻ പറയും? പിന്നെ പകലും ആദ്യമൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഉണ്ടാവും, അത് കഴിഞ്ഞ് അങ്ങ് ഉറങ്ങാൻ പറ്റും. പകലും ചിലപ്പം വരും, അങ്ങ് മാറും. ഇപ്പോൾ വന്ന് 24 മണിക്കൂറും ഞാനിത് അനുഭവിക്കുകയാണ്. ഇതെനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, ഞാൻ എന്തൊരു പാവിയാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യവും അവരുടെ ജീവിതത്തിൻ്റെ കാര്യവുമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു ചിലപ്പോൾ ഈ മനസ്സിൻ്റെ ആഘാതം കൊണ്ട് വരുന്ന ഒരു മനസ്സിന് ഒരു ഡീവിയേഷൻ, ഒരു വൈകല്യമായിട്ട് വരാം.
വിഷാദം വരുമ്പം അത് നമുക്ക് ദുഃഖമാണ് സാധാരണ വരണത്. പിന്നെ പിന്നെ മരിച്ചവരെ പറ്റിയുള്ള ഓർമ്മകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ചില നഷ്ടങ്ങളും അതൊക്കെയാണ് വരുന്നത്. പക്ഷെ എനിക്ക് സ്വാമിയെ പറ്റിയുള്ള ഓർമ്മകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് അതിനോടൊപ്പം അതിനെ തള്ളി മാറ്റിയിട്ട് ഇതൊരു ആസക്തി. അപ്പോൾ ആസക്തി എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആസക്തിയും വരുന്നു. ഒരു ടീച്ചറാണ്, എനിക്ക് തോന്നുന്നത് സയൻസ് ടീച്ചറെ മറ്റെയാണ്. പക്ഷേ ആസക്തിയും വരുന്നു. അത് എന്നെ ഈ വയസ്സിൽ ഈ പ്രായത്തിൽ അതെന്നെ ഭയങ്കര വിഷമം. ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം, രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ 2 തരം മെഡിസിൻസ്, വിഷാദത്തിൻ്റെ മരുന്നുകളുടെ ഒപ്പം തന്നെ ട്രാങ്കുലൈസർ മെഡിസിൻസ് ഉണ്ട്. അതും കൊടുത്ത് കുറച്ച് റിലാക്സേഷനുള്ള മെത്തേഡ്സൊക്കെ സജസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ വിട്ടു. ആദ്യത്തെ 1-2 ആഴ്ച സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കുറേശ്ശെ ഉറങ്ങിത്തുടങ്ങി. അതിൻ്റെ ഇമ്പ്രൂവ് ചെയ്തൊരു ഏതാണ്ട് 1.5 മാസം ആയപ്പം സിംറ്റംസ് നന്നായിട്ട് ഇത് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ മോള് തന്നെ, അവളൊരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ഡോക്ടറാണ്. അവൾ തന്നെ വിളിച്ച് ചിലപ്പോൾ ഹസ്ബൻഡും കൂടെ വരും. അയാളൊരു ജെൻറ്റിൽമാനാണ്. എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ അമ്മയെ സ്കൂളിൽ വിടാം. ഞാൻ പറഞ്ഞു വിടാമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സ്കൂളിൽ പോയി തുടങ്ങി, ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ അവർ പറഞ്ഞു ഇനി ഞാൻ സ്കൂളിൽ പോയാൽ എനിക്കൊരു ചിട്ടയുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് തോന്നുന്നില്ല, താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോയി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായതിൻ്റെ കാരണം പിന്നെ അവർ ഡയറക്റ്റായിട്ട് എന്നെ കാണാൻ വന്നു തുടങ്ങി. 1-2 പ്രാവശ്യം ഈ മകളില്ലാതെ എന്നെ വന്നു. എന്നിട്ട് പറഞ്ഞു എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്, നമ്മുടെ സ്കൂളിലൊരു മാറ്റം വന്നിട്ടുണ്ട്. സ്കൂളിലെ മാറ്റം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടെ ഒരു പുതിയ ഹെഡ് മിസ്ട്രസ് വന്നു. അവർ ചങ്ങനാശ്ശേരിയിലെ മറ്റേ ഉള്ളൊരു സ്ത്രീയാണ്. റിട്ടയർ ചെയ്യാൻ 3 വർഷം മറ്റേ ഉള്ളൂ. അതിന് മുമ്പ് ഇങ്ങോട്ട് അവർക്കൊരു റൊട്ടീൻ ട്രാൻസ്ഫറായിട്ട് വന്നു. ഈ ടീച്ചർ വന്ന് ആ സ്കൂളിൻ്റെ അന്തരീക്ഷം മൊത്തം മാറ്റി. ടീച്ചർ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ഇത്തവണത്തെ പരീക്ഷയിൽ 30% വിജയമുണ്ടാക്കും, അടുത്ത വർഷം 2 വർഷം കൊണ്ട് 60% ആക്കണമെന്ന് പറഞ്ഞ് അത് സാധിച്ചു. 10ാം ക്ലാസ്സിലെ വിജയമാണല്ലോ ഒരു സൂചികയായിട്ട് വയ്ക്കുന്നത് സ്കൂളിൻ്റെ മികവിന്. അപ്പോൾ അതിൽ ഒരു പ്രധാന പങ്ക് ഈ ടീച്ചർക്ക് കൊടുത്തു. ഈ അപ്പോൾ അവർ പറഞ്ഞു മഹാലക്ഷ്മി ടീച്ചർക്ക് ഇപ്പം ഇനിയിപ്പോൾ വീട്ടിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വീട്ടിൽ സ്വന്തം കാര്യം മാത്രമല്ലേ വീട്ടിൽ നോക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ക്ലാസ് നടത്തുന്നതിൻ്റെ ചുമതല ടീച്ചർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ചാർജ്, അതിൽ വിവിധ ടീച്ചർമാർ വന്ന് വിവിധ വിഷയങ്ങളിൽ എടുക്കുന്നതിൻ്റെ കോർഡിനേഷൻ ഹെഡ് മിസ്ട്രസ് ഇവരെ ഏൽപ്പിച്ചു. ഇവർ സീനിയർ ടീച്ചർമാരിൽ ഒരാളാണ്. അപ്പോൾ അതൊരു ഭയങ്കര പ്രചോദനമായിരുന്നു. പ്രചോദനം എന്നതിനേക്കാൾ അതൊരു പ്രതിരോധമായി. കാരണം ഈ മനസ്സിനെ ആക്രമിക്കാൻ വീണ്ടും വരുമെന്ന ഒരു ഭയപ്പെട്ട വിഷാദത്തിൻ്റെ ശക്തികളിൽ നിന്ന് മനസ്സിനെ പ്രതിരോധിക്കാനും എന്നുവെച്ചാൽ നിഷ്ക്രിയത്വമാണ് പലപ്പോഴും നമ്മളെ മാനസികാഘാതത്തിൽ നിന്നുള്ള റിക്കവറിയേക്ക് തടസ്സമാകുന്നത്. അതിനെ ക്രിയാത്മകമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് നമ്മളെങ്ങനെ ആളുകളെ ഉപദേശിച്ചാലും ഒരു സാധാരണ സാഹചര്യത്തിൽ അത് നടക്കത്തില്ല. അത് സാധിക്കുകയും അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെ ഒരു വലിയ നേട്ടം, ആ വർഷം എത്ര 30% ലക്ഷ്യമിട്ട വർഷം തന്നെ ഇവർ 50%, 55% വിജയശതമാനം കിട്ടി. ആ പ്രദേശത്തെല്ലാം അവരുടെ കുട്ടികളൊക്കെ പോർട്ടർമാർ, കൂലിവേലക്കാർ, പിന്നെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ, കുറച്ച് പിന്നെ മാർക്കറ്റ് ജീവനക്കാർ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ മക്കളാണ്. ആ രക്ഷകർത്താക്കളെല്ലാം കൂടെ ചേർന്ന് അവിടെ ഒരു വലിയ സ്വീകരണം അധ്യാപകർക്ക് കൊടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അമ്മയും മകളും കൂടെ എന്നെ കാണാൻ വന്നു, ഈ ടീച്ചറും മകളും വന്ന്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുകയാണ് സ്കൂളിന് വന്ന മാറ്റങ്ങൾ, അവിടുത്തെ നേട്ടങ്ങൾ, നാട്ടുകാരുടെ സന്തോഷം, ഇതെല്ലാം പറഞ്ഞ്. അപ്പോൾ മകളിങ്ങനെ അമ്മയെ ഇടയ്ക്ക് നോക്കും, എന്നെയും നോക്കും. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഡോക്ടറെ ഇതൊരു
അത്ഭുതം തന്നെ, മിറാക്കിൾ തന്നെ. നമ്മൾ അക്യൂട്ട് സ്റ്റേജിൽ ചികിത്സയിൽ കൂടെ കിട്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റ് അത് പൂർണ്ണമാക്കണമെങ്കിൽ, വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് ആവേശവും താല്പര്യവുമുള്ള ഒരു പ്രവർത്തന പദ്ധതി കൂടെ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ളിടത്ത് അത് കുടുംബത്തിനെ പരിപാലിക്കുന്നതാകാം, ഇതുപോലൊരു ജോലിസ്ഥലത്ത് ഏറ്റെടുക്കുന്ന ചുമതലയാകാം, നമുക്ക് താല്പര്യമുള്ള ഒരു ഹോബിയോ ഇൻട്രസ്റ്റോ ഡെവലപ്പ് ചെയ്യുന്നതാകാം. പക്ഷേ ഇങ്ങനെ ഒന്നുകൂടെ വരുമ്പോഴാണ് ചികിത്സ, മാനസിക രോഗങ്ങളുടെ ചികിത്സ പലപ്പോഴും പൂർണ്ണതയിലെത്തുന്നത്.